പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് എമ്പകര. ഇന്ന് നമ്മൾ കളരിപ്പയറ്റുമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കളരിപ്പയറ്റ് എങ്ങനെയാണ് നശിക്കുന്നത്, നാശത്തിലേക്കുള്ള വഴിമരുന്നിടുന്നവർ ആരൊക്കെയാണ്, എങ്ങനെയാണത് സാധ്യതകൾ, അതിനുള്ള പരിഹാരം എന്താണ്, ഇതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ആവശ്യമല്ലേ തുടങ്ങിയ സബ്ജക്റ്റുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനൽ കാണുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നെനിക്കൊരു ധാരണയുണ്ട്, അത് പറയട്ടെ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്ക് ഈ ഹിസ്റ്ററിയോട് താല്പര്യമുള്ളവരോ പുസ്തകങ്ങൾ വായിക്കുന്നവരോ ആയിരിക്കണം, ഏറ്റവും നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ ശരിക്കും അന്ധമായിട്ട് വിശ്വസിക്കാതെ സത്യത്തെ അറിയണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടാൽ ഇത് മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തെളിവുകൾ ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു ചാനൽ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊരു മാറ്റം വരുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ സത്യം മനസ്സിലാക്കിയാൽ മാറാൻ തയ്യാറുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ വായനാശീലം ഇല്ലാത്തവർ, ഇനി അല്ലെങ്കിൽ ഡെപ്തിൽ മനസ്സിലാക്കാത്തവർ, അല്ലെങ്കിൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്നവർക്കൊന്നും ഈ ചാനൽ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സമയം ലാഭിക്കാം. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ വരണം. ഇപ്പം നമ്മളൊരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ അതുമായി ബന്ധപ്പെട്ടതെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മളതിനെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ കളരിപ്പയറ്റിൽ തന്നെ നമ്മൾ പറയും വടക്കൻ, തെക്കൻ, മധ്യ കേരള, അങ്ങനെ പറഞ്ഞ് ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. അതില്ലാത്ത ചില സമ്പ്രദായങ്ങളും തിരികെ കയറ്റി വയ്ക്കും. അത് കളരിപ്പയറ്റുമായിട്ട് ബന്ധമുള്ളതായിരിക്കില്ല. ഞാനെപ്പോഴും എൻ്റെ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്, കളരിപ്പയറ്റ് എന്ന് പറയുന്നതാണ് നല്ലത്. അതിൽ ഈ വടക്കൻ തെക്കൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇതിനെല്ലാം കൂടെ സമ്മേളിപ്പിച്ചുകൊണ്ട് ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ രണ്ട് സമ്പ്രദായങ്ങൾ, ഇപ്പോൾ വടക്കൻ സമ്പ്രദായത്തിൽ പയറ്റുകൾ കാണാൻ വളരെ ഭംഗിയാണ്. ആ ഭംഗി നമുക്ക് വേണം, അത് സ്റ്റേജ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട് വേണം. ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ തെക്കൻ സമ്പ്രദായത്തിലുണ്ടാവും. അപ്പോൾ ആ തെക്കൻ സമ്പ്രദായത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം. വളരെ അപൂർവങ്ങളായുള്ള ചില പ്രകടനങ്ങൾ, ചില ടെക്നിക്കുകളൊക്കെ തന്നെ മധ്യ കേരളയിലുണ്ടാവും. അതും നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എന്ത്, കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. അതിനെ അങ്ങനെ വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള എഴുതപ്പെട്ട ചരിത്രം വേണം. നമ്മൾ വാചകം അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇത് നമ്മൾ ചോദിച്ചു വരുമ്പോൾ പലതും കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പം ഞാൻ അത് ശരിക്കും ചെയ്യേണ്ട ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കമൻസുകളും ഇതിൻ്റെ താഴെ വരുമ്പോൾ നമ്മളൊക്കെ എത്തിക്കുന്ന ആൾക്കാരെയും കൂടി ഓർത്തോണം, അവരെങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത്. അന്ധമായ ചില വിശ്വാസങ്ങളിലൂടെ അല്ല കളരിപ്പയറ്റ് പോണത്, അതിന് വ്യക്തമായ ചില അടിത്തറകളുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർക്കൊരു ഗുണമുണ്ടല്ലോ, ഒരിക്കലും അത് വായിക്കില്ല, പക്ഷെ വാചകം അടിക്കാൻ നല്ല ഇതായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവരായിരിക്കും കളരിപ്പയറ്റിനെ നശിപ്പിക്കുക. എന്താണ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഷാവോലിൻ കുങ്ഫു എന്ന് പറഞ്ഞൊരു കുങ്ഫു ഇല്ല, ചൈനീസ് കുങ്ഫു എന്ന് പറഞ്ഞൊരു കുങ്ഫു ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുങ്ഫു അതാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ വിചാരിക്കുക, അയ്യോ ആ കുങ്ഫു ശരിയായിരിക്കും. ഏതൊരു കുങ്ഫു ആണെങ്കിലും ആ കുങ്ഫുവിൻ്റെ ഒരു പേരുണ്ടാവും. ഷാവോലിൻ കുങ്ഫു എന്നോ ചൈനീസ് കുങ്ഫു എന്നൊന്നും അല്ല, വിങ്ചുൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹങ്കാർ എന്നോ അങ്ങനെ ഒരു പേരുണ്ടാവും. അല്ലാത്തതൊന്നും കുങ്ഫു അല്ല. കളരിപ്പയറ്റും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ കുട്ടിയെ ഒരു കളരിപ്പയറ്റ് പഠിപ്പിക്കാൻ വിടുന്നെന്ന് കൂട്ടിക്കും, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കുട്ടി ഒരു കളരിപ്പയറ്റ് വിടുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും കളരിപ്പയറ്റിനെ കുറിച്ച് യാതൊരു ധാരണ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ എവിടെയാണ് ഒരു കളരിപ്പയറ്റ് കൃത്യമായി നടക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിറങ്ങി ഒരാൾ എഴുതി വെച്ചു, കളരിപ്പയറ്റ് ശരിക്കും പഠിക്കണേ 120 വയസ്സ് വരെ വേണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഉള്ളവർക്ക് പോലും ഒരു 60 വയസ്സ് കിട്ടിയ ഭാഗ്യം, ഇവൻ എങ്ങനെ 120 വയസ്സ് വരെ പഠിക്കും? അത് ഈ താഴെ വന്ന് കമൻ്റ് എഴുതുന്ന ആൾക്കൊരു മനസാക്ഷി വേണ്ടേ? അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കാണ് ഇതിടുന്നതെന്നുള്ള ഒരു ഓർമ്മ ദയവായിട്ട് ഇത് ചെയ്യുന്നവരുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് വെച്ചിട്ടാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ഒത്തിരി ഗുണമായിരിക്കും. കാരണം എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കാരണം മണ്ടത്തരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ അത് സൂക്ഷിക്കണം. ചരിത്രം എഴുതുമ്പോൾ ചരിത്ര പശ്ചാത്തലം വേണം. ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ അത് താളുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവണം. അല്ലാതുള്ള കാര്യമൊന്നും ചരിത്രമല്ല. പിന്നെ ഒരാൾ പറഞ്ഞിരുന്നു ഹനുമാൻ സേവയുണ്ട്, അത് ചെയ്ത് പലരും ഞാൻ കേട്ടിട്ടുണ്ട്, അയാൾ കണ്ടിട്ടില്ല. ഞാൻ ഇത്ര നാളത് അനുഭവിച്ച ആളാണ്. എന്തനുഭവിച്ച്? എന്നാൽ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ചിലർ പറയാറുണ്ട് ഈ ആലൊക്കെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട് ഹനുമാൻ സേവയുള്ളവരെന്ന്. നിങ്ങൾക്ക് ഒരു ആലിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുക, ആലിൻ്റെ വലിപ്പം മിനിമം യുക്തി പോരെ, അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന്. അല്ലെ 6 കുറുകെ ചാടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കഥ ഞാനും കേട്ടിട്ടുണ്ട്. 6 നിങ്ങൾ പോയി നോക്കുക, ചാടി കഴിഞ്ഞാൽ കൃത്യം വെള്ളത്തിൽ വീട് വെള്ളം കുടിക്കുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചാനലല്ല ദയവായിട്ട്. അത് ഒരിക്കലും നിങ്ങളുടെ എൻ്റെരിക്കെന്ന് പ്രതീക്ഷിക്കേണ്ട, നമ്മുടെ ചാനലിലേക്കെന്ന് പ്രതീക്ഷിക്കേണ്ട. കളരിപ്പയറ്റ് എന്താണെന്ന് വ്യക്തമായി പറയും, അതിന് ശാസ്ത്രീയമായ തെളിവുകൾ പറയും, ചരിത്രം പറയും, കൃത്യമായ കാര്യങ്ങൾ പറയും. തെറ്റായ ഒരു ധാരണ നമ്മൾ ഒരിക്കലും പരത്തില്ല. എനിക്ക് അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ, എൻ്റെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിനകത്ത് വിടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ തരത്തിൽ മാത്രമേ നമ്മുടെ ഈ ചാനലിനെ കാണാവൂ. ഓക്കെ, ഇനിയുള്ളത് ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾ പരതുവാനായിട്ട് ശ്രദ്ധിക്കണം. അതിലില്ലാത്തത് ഇപ്പോൾ നിങ്ങൾ മിനിമം അറിയാം, ഞാൻ പറഞ്ഞില്ല, മിനിമം നിങ്ങളൊരു ഗൂഗിളിലെങ്കിലും കയറി സെർച്ച് ചെയ്യാനായിട്ട് കഴിയണം. അതിനകത്തുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിനകത്തൊരു സാധ്യതയിൽ നമുക്ക് പറയാൻ പറ്റും. പുസ്തകങ്ങളിലൊക്കെ അച്ചടിച്ച് വെച്ചിട്ട് അതുപോലെ എത്രയോ നല്ല പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു കുട്ടിയെ കളരിപ്പയറ്റ് പഠിക്കാൻ വിടുമ്പോഴത്തേക്ക് രക്ഷകർത്താവിന് അറിയുണ്ടാവില്ല. ആ അടുത്തുള്ള ഒരു കളരി ആശാൻ എന്നാണ് പറയണത്. ഈ കളരി ആശാനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കളരി ആശാൻ എന്ന് പറയുമ്പോൾ അടിപിടികൾ, അടിതട പഠിപ്പിക്കുന്ന ആശാൻ എന്ന് പറയും. അടിതട പഠിപ്പിക്കുന്ന ആശാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും അയാൾ കളരി ആശാൻ എന്ന്. അടിതട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിപ്പയറ്റിൻ്റെ ചില വശങ്ങൾ എവിടെയെങ്കിലും 3-4 മാസം പഠിപ്പിക്കുന്നതായിരിക്കും അടിതട വിദ്വാൻമാർ. അങ്ങനെയുള്ളവരുടെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നാടൻ ആശാന്മാർ എന്നൊക്കെ പറഞ്ഞിറങ്ങത്തില്ല. നാടൻ എന്ന് പറഞ്ഞൊരു സംഗതി നാടൻ അടി എന്നുള്ള രീതിയിലാണ് പറയണത്. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രീയ വശങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അവർ ചിലപ്പോൾ റോഡിൽ മിടുക്കന്മാരായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഇതിന് ശാസ്ത്രീയമായ കളരിപ്പയറ്റ് എന്ന് പറയുന്നതായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. ഇപ്പം മർമ്മങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്. നേരിട്ട് ഇപ്പം മർമ്മ പോയിന്റ് എവിടെന്നെങ്കിലുമൊക്കെ തല്ലിക്കൂട്ടി സിലബസ് ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കുന്നവരുണ്ടാവും. ഇവരുടെ കൂടെ പഠിക്കുമ്പോൾ മർമ്മശാസ്ത്രം എന്ന് പറയുന്നതല്ല പഠിക്കുന്നത്, മറിച്ച് മർമ്മ പോയിന്റ് എന്ന് പറയുന്ന അക്യുപ്രഷർ പോയിന്റ്സ് പോലുള്ള പോയിന്റുകൾ അവർ പറഞ്ഞു തരും. ഇതിന് മുന്നേ നാഡീവിജ്ഞാനീയം എന്ന് പറഞ്ഞ് കുറച്ചേറെ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ പഠിക്കാനുണ്ട്. ശരീരശാസ്ത്രം, അനാട്ടമി, ഫിസിയോളജി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ അവസാനത്തിലാണ് മർമ്മം പഠിക്കേണ്ടത്. അതായത് മർമ്മശാസ്ത്രം വിശദമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മിനിമം നല്ലൊരു ഗുരുനാഥൻ ഓപ്പണായി പറഞ്ഞു തരുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു 1.5-2 വർഷത്തോളം നിരന്തരമായ പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ, കിട്ടിയാൽ മാത്രമേ അയാൾക്ക് മിടുക്കനാകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിൻ്റെ പേരിൽ പെടുത്തും? ഈ പറയുന്ന കളരിയുടെ പേരിലും നാടൻ്റെ പേരിലും അല്ലെങ്കിൽ ഓരോന്നിൻ്റെ പേരിലും പെടുത്തുമ്പോഴും അതുമായി കളരിപ്പയറ്റിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കണം. ഇതിനെല്ലാം ബേസിക്കുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാൻസ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചുവട്, ആ ചുവടിനെക്കുറിച്ച് ഡീപ്പായിട്ട് കുട്ടിയെ മനസ്സിലാക്കേണ്ടത് അവൻ്റെ പ്രായമനുസരിച്ചിട്ട്. ആ പ്രായമനുസരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രായമനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക. ബേസിക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് അറ്റം വരെ തെറ്റും. നിങ്ങളപ്പോൾ നോക്കുക, നിങ്ങൾ പഠിക്കുന്ന കളരിപ്പറ്റി ചുവടുകൾ പഠിപ്പിക്കുന്നുണ്ടോ? ചുവടിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ? ചുവട് കഴിഞ്ഞ് അടുത്തൊരു മൂവ്മെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് ആ മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ആ ഓരോ മൂവ്മെൻറ്റിൻ്റെയും രഹസ്യങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ടോ? ചുവടുകളിലേക്ക് കയറി കഴിയുമ്പോൾ കൈപ്രയോഗങ്ങൾ, കാൽപ്രയോഗങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിനകത്തുള്ള രഹസ്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആദ്യമേ ഏത് ഗുരുവും തുറന്ന് പഠിപ്പിക്കില്ലായിരിക്കും, കാരണം ശിഷ്യനെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ പഠിപ്പിക്കുകയുള്ളൂ. അതായത് ഒരു ശിഷ്യനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഒരു വർഷമെങ്കിലും മിനിമം ഒരു ഗുരുനാഥന് വരും. അതിന് ശേഷമായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുക, പൊതുവിൽ നല്ല വിദ്യകൾ അല്ലെ ഓപ്പണായിട്ട് പറഞ്ഞു കൊടുക്കുക. 2 ദിവസം കൊണ്ട് കണ്ടുവരുന്ന ഒരാളെ നമുക്ക് എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും? അയാളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതെല്ലാം കൂടെ അവരുടെ കയ്യിൽ ചെന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ? പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ 2-3 ദിവസം കൊണ്ട് പഠിക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവർക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഏത് ബുദ്ധിയില്ലാത്തവനും മനസ്സിലാവും, അല്ലേ? കുറച്ചൊക്കെ മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ആയുധം എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളുക, ആയുധത്തിൻ്റെ അളവ് എങ്ങനെയാണ്, ആയുധത്തിൻ്റെ പ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആയുധത്തിൻ്റെ രഹസ്യം എന്താണ്, ഇത് ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്ന ആയുധമാണ്, എങ്ങനെയാണ് അവരത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴത്തെ അതിൻ്റെ ഘടന എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പ്രയോഗിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ, ആ ഇമ്പാക്റ്റുകളെ തടക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇത്രയും ഡീപ്പായിട്ടാണ് കളരി സംഘത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അന്ധവിശ്വാസ അനാചാരം ഒന്നുമല്ല. നമ്മളിപ്പോൾ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ വാളുകൊണ്ടുള്ള വെട്ടുകൾ ഏക്കില്ല എന്ന് പറയും. നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ നല്ല മൂർച്ചയുള്ളൊരു വാളെടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെതിരെ ഒരു മന്ത്രപ്രയോഗം നടത്തിയാൽ സ്കിന്ന് മുറിയില്ല എന്ന് പറയുന്നതിനകത്ത് യുക്തി എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ചാനൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ, ചില പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, യുദ്ധമന്ത്രങ്ങളെന്ന് പറഞ്ഞിട്ട്. ഒരു കാരണവശാലും ആയുധം ഏൽക്കാത്ത ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് ചൊല്ലിക്കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ കവചം പോലെ നിൽക്കുമെന്നും ആ കവചത്തിനകത്തേക്ക് ആയുധങ്ങൾ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു വയ്ക്കും. പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ മന്ത്രങ്ങളൊക്കെ. നിങ്ങൾ വെറുതെ ചിന്തിക്കുക, ഒരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ ആയിരക്കണക്കിന് പേര് നിന്ന് വെട്ടുന്നതിനകത്തോട്ട് ഈ മന്ത്രം ചൊല്ലി, എന്നാൽ പിന്നെ ഈ മന്ത്രം ചൊല്ലി ആയുധമില്ലാതെ കയറി എല്ലാവരും വാരി എറിഞ്ഞാൽ പോരെ?
അങ്ങനെയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത്. ഇത് 2025 ഇത്രമാത്രം യുക്തിക്കേട് നമ്മൾ പറയല്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ചെയ്യുക. അയാൾ എത്ര വർഷമായി പഠിപ്പിക്കുന്നു, എവിടെയാണ് പഠിച്ചത്, എങ്ങനെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതിന് നമുക്ക് ചെയ്യാവുന്നൊരു മാർഗ്ഗമുണ്ട്. നിങ്ങളൊരു 3 മാസത്തേക്ക് ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ പറയുന്നതിനകത്തുള്ള ഡെപ്ത് എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ട് ഈ പറഞ്ഞ ഷാവോലിൻ കുങ്ഫു അല്ലെ നാടൻ അടി ബഹളം എന്നൊക്കെ പറയുന്നതൊന്നും ശാസ്ത്രീയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രീയമായിട്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നതെങ്കിൽ നിങ്ങളൊരു സബ്ജക്റ്റ് സീരിയസ് ആയിട്ട് കോളേജുകളിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് വിടുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അതിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്, എവിടെ തുടങ്ങി എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഇവിടെ നമ്മൾ അടിച്ച അടിയുടെ അതേ പതിപ്പിലാണ് കത്തിക്ക് കുത്തിയത്. തട്ടും പഠിപ്പിക്കുന്ന അങ്ങനെ ആയിരിക്കും. പക്ഷെങ്കിൽ ഒരു വെറും കൈക്ക് അടിക്കുന്ന സമയത്ത് കയ്യിൽ ആയുധമുണ്ട് എന്ന് കരുതി തന്നെ തട്ടണമെന്നാണ് കളരിൽ പറയുന്നത്. നീ കയ്യിൽ ആയുധമുണ്ടെന്ന് കരുതി തട്ടുമ്പോൾ ആ തട്ടിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? ഒന്ന്. അപ്പോൾ അടിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ല കത്തിക്ക് കുത്തുമ്പോൾ കൊടുക്കേണ്ടത്. കത്തിക്ക് കുത്തുമ്പോൾ കത്തി ആയുധമായതുകൊണ്ട് മുറിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അത് അപകടം ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് തട്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതെങ്ങനെയാണെന്നാണ് കാണിച്ചിരുന്നത്. നോക്കുക. ഇവിടെ കത്തി തട്ടിയതൊന്ന് ശ്രദ്ധിച്ചോ? കാരണം തട്ടുന്നത് അടി തട്ടുന്ന പോലെ ആണ്. ഇങ്ങനെയല്ല അടി തട്ടേണ്ടത്. അത് അവിടെ ബേസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ കത്തിയുടെ ഈ ഒരു വശം മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറും കൃത്യമായിട്ട്. അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ തട്ടുന്നത് ശരിയല്ല. അപ്പോൾ വെറുതെ അടിക്കുമ്പോൾ മുതൽ ഈ കത്തി അല്ലെങ്കിൽ കഠാരം അതല്ലെങ്കിൽ വാള് വാള് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കൈ ഉപയോഗിക്കുന്നുവോ അതുപോലെ തന്നെ ബേസിക്കലി അടിക്ക് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കണം. ഇല്ലാത്ത പക്ഷം അടിസ്ഥാനം തെറ്റിയിട്ട് അങ്ങറ്റത്ത് നന്നാക്കാൻ നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവിടുന്ന് കത്തി തട്ടുമ്പോൾ ഇത് മാക്സിമം അകലത്തിലാണ് നിൽക്കുന്നത്. ബോഡിയായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് ആയിരിക്കും. ഇനി ഇതിൽ അപകടം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതെവിടെയാണെന്ന് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ കത്തി തട്ടി അകത്തുന്നു, ആള് സേഫാണ്. ആ സമയത്ത് ക്ലിയർ? എന്തൊക്കെ പ്രയോഗങ്ങൾ വന്നെന്ന് നോക്കി. ഇവിടെ തട്ടി അകത്തി, ഇത് നേരെ വലിച്ചതുണ്ട്. ഇങ്ങനെ ആയിരിക്കും വരിക. ഇങ്ങനെയുള്ള ചെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് തട്ടാനും പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഒരു കുത്തിനൊരു തട്ട് തട്ടി ഒരു മർമ്മത്തിൽ കുത്തി ആൾ വീഴത്തൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചവൻ ചെയ്യും. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മുടെ കാര്യങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇത് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു തന്നത്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. വടിക്കടിക്കുമ്പോൾ തട്ടിയാൽ ഈ കൈ നമ്മൾ അങ്ങോട്ട് വിട്ടാൽ അടുത്ത അടി വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയോഗം തലേന്ന് വരണം. ഇതെടുക്കാൻ എതിരാളിക്ക് കഴിയണം, അല്ലെ നമുക്ക് കഴിയണം. കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ചെയിനായിട്ടുള്ള അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. വാളിന് വെട്ടുമ്പോൾ ഒരാളിങ്ങനെ തട്ടി നോക്കിയാൽ വാളിൻ്റെ പിടി നിൽക്കുന്നുണ്ട്. എന്ത് സിമ്പിളാന്ന് നോക്കിയാൽ നമ്മൾ ഇതിൽ നേരെ പിടിച്ചിട്ട് വലിച്ച് തീർന്നു. വ്യക്തമായി പിടി കിട്ടിയോ? അപ്പോൾ ഇങ്ങനൊരു പ്രയോഗം വരുന്ന സമയത്ത് കൈയുടെ ഇവിടുത്തെ പ്രയോഗങ്ങൾ എടുക്കാനും ഇവിടെ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യാനും താഴോട്ട് വലിക്കാനും ഒരുപാട് പ്രയോഗങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ വാളിന് പ്രയോഗിക്കുന്ന പ്രയോഗം വേറെയാണ്. അപ്പോൾ ഇവിടെ കൈ ഉപയോഗിക്കേണ്ട മെത്തേഡ് വേറെയാണ്. ഇതിലൊന്നും ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റാൻസയാണ്, ചുവടുകളാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. ചുവടുകളുടെ രഹസ്യങ്ങളാണ് ഇത് മുഴുവൻ വരുന്നത്. അതിന് ചുവടുകൾ പഠിപ്പിക്കാതെ, ഇതുപോലുള്ള രഹസ്യങ്ങൾ പഠിപ്പിക്കാതെ നമ്മൾ പഠിപ്പിച്ചാലൊരു അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് കളരിപ്പയറ്റ് എങ്ങനെയാണ് നശിക്കുന്ന ഏകദേശം ഒരു ധാരണ മനസ്സിലായോ? ഇത് തുടർച്ചയായിട്ട് എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് ഞാൻ മെല്ലെ മെല്ലെ ചില കാര്യങ്ങൾ ആശയങ്ങളായിട്ട് അവതരിപ്പിക്കാം. ഈ ആശയങ്ങൾ ശരിയെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം ചാനൽ ഫോളോ ചെയ്താൽ മതി. അല്ലെ വെറുതെ നമ്മുടെ സമയം കളയണ്ടല്ലോ. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കില്ല. എന്തൊക്കെ വന്ന് വേണമെങ്കിലും എഴുതാൻ കുഴപ്പമില്ല. മറുപടി കൊടുക്കാറില്ല. അറിയേണ്ടിയവർക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് ഫോണിൽ വിളിച്ച് സംശയം ചോദിക്കുകയല്ല വേണ്ട, നേരിട്ട് വരിക.
ഇതിനുള്ള എല്ലാ സംശയങ്ങളും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.